പണ്ടൊക്കെ ഉണ്ടല്ലോ ഓണം വിഷു മാത്രമേ നമ്മൾ ആഘോഷിക്കാറുണ്ടായിരുന്നുള്ളൂ അല്ലേ? ഇപ്പൊ നമ്മൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും വലിയ വലിയ ആഘോഷങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയി. കാരണം എന്തായിരിക്കും? നമ്മൾ ഈ ബിസി ആയിട്ടുള്ള ഈ ലൈഫിൽ നിന്ന് നമ്മുടെ സ്നേഹമുള്ളവരുടെ കൂടെ കുറച്ച് നിമിഷം പങ്കിടുമ്പോൾ കിട്ടുന്ന ആ റിലീഫ് ഉണ്ടല്ലോ, എൻ്റെ ഈശ്വര, അതിനു വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെ കുറേ കുറേ നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ശ്രേയാണ് കേട്ടോ. തലേദിവസം പെയ്ത മഴയില് പുതുമണ്ണിന്റെ മണം ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് ഉണ്ടായിരുന്നത്. കുളിച്ച് വിളക്കൊക്കെ ഒന്ന് വെച്ച് ആ ദിവസം ഭയങ്കര ദൈവികമായി തുടങ്ങട്ടെ എന്ന് വിചാരിച്ചു. കാലത്ത് എണീറ്റ് മഴയുടെ ആ ഒരു ലക്ഷണമൊക്കെ കാണുമ്പോൾ ഭയങ്കര പോസിറ്റീവ് വൈബാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ആ മണ്ണിലിങ്ങനെ വീണിട്ട് ചെറിയൊരു മഴയായാലും മണ്ണിലിങ്ങനെ വീഴുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, അത് ഇഷ്ടപ്പെടാത്തത് ആരും ഉണ്ടാവില്ല അല്ലേ? അങ്ങനെ കാടിൻ്റെ ഭംഗിയൊക്കെ കുറച്ച് നേരം ആസ്വദിച്ച് നിന്നു. ഇനി നമുക്ക് പണിക്കാരുണ്ട്, ചേട്ടന്മാർക്കുള്ള ഫുഡൊക്കെ ഒരുക്കിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. മാത്രമല്ല നമ്മളിന്ന് സാമ്പിൾ വെടിക്കെട്ടായ കാരണം കൊണ്ട് തൃശ്ശൂർക്ക് എത്തിപ്പെടാൻ പറ്റുമോ അറിയില്ല. ഇന്ന് പെടാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഡ്രസ്സിൻ്റെ കാര്യം തതോ ഗതി. അപ്പോൾ കാലത്ത് തന്നെ എണീറ്റ് കുറച്ചധികം പണികൾ ചെയ്തതിന് ശേഷം വേണം കേട്ടോ പർച്ചേസിങ്ങിന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തൂങ്ങി പിടിച്ചിരുന്നില്ലെങ്കിൽ എനിക്കെന്തോ ആ ദിവസം ഭയങ്കര തിരക്കുള്ളതായിട്ടും ഹറിബറി ആയിട്ടും തോന്നും. വൈകുന്നേരം എത്തിപ്പിക്കും നമ്മൾ ഭയങ്കര ടയേർഡായ പോലൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വീടിൻ്റെ നല്ല പോസിറ്റീവ് വൈബുള്ള സൈഡിൽ ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് ചില്ലായി ആ ദിവസം മുഴുവനൊന്ന് അറേഞ്ച് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ തുടങ്ങുക. അപ്പോൾ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കടല നമ്മൾ ഇന്നലെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഈ കടല, അതുപോലെ തന്നെ മുതിര, ചെറുപയർ, പരിപ്പല്ല, നമ്മുടെ വൻപയറൊക്കെ കറി വയ്ക്കുന്ന ദിവസങ്ങളിൽ തലേദിവസം വെള്ളത്തിലിട്ട് അതൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പണി കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ കടല കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് പച്ചമുളകില്ലാത്ത കറികൾ നമുക്കില്ലല്ലോ, പച്ചമുളകും കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു 3-4 വിസിൽ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെന്നും ചമ്മന്തി അരയ്ക്കുമ്പോൾ സാധാരണ നമ്മുടെ മാങ്ങ ഇട്ടിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ചെമ്മീൻ ഇട്ടിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്ന് നമുക്ക് ചുട്ടരച്ച് ചമ്മന്തിയാക്കാമെന്ന് വിചാരിച്ചു. ചൂടാൻ വേണ്ടിയിട്ട് അടുപ്പില്ലാത്ത കാരണം കൊണ്ട് നമ്മുടെ കടായിൽ തന്നെയാണ് നമ്മൾ ചുട്ടെടുക്കുന്നത് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ നല്ല നാടൻ പച്ചമുളകും നല്ല ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി നമ്മുടെ കുഞ്ഞുള്ളി, അതൊന്ന് ചെറുതായി അരിഞ്ഞിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. അപ്പോൾ നേരമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇട്ടു. പിന്നെ നമ്മുടെ വറ്റൽമുളകും കുറച്ച് പുളിയും ഉപ്പും കൂടി ഇട്ടിട്ട് ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരുപാടൊന്നും വഴണ്ട് കിട്ടണ്ട, ആ വെളിച്ചെണ്ണയുടെ ആ സ്മെല്ലും അതുപോലെ തന്നെ ഒരു വാടിയ മണവും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേക ടേസ്റ്റിലേക്ക് എത്തും ആ ചമ്മന്തി. ആരെങ്കിലും ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി, എല്ലാവരും ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കിണ്ടാവുക അല്ലേ? ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ നാളികേരം കൂടി ഇട്ടിട്ട് അതൊന്ന് സോട്ടാവാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വെള്ളം അടപ്പത്തിരുന്ന് തിളച്ചു. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് അരി ഇടാം കേട്ടോ. ഇവിടെ ചേട്ടന്മാർ 4 പേരാണ് ഉള്ളത്. അപ്പോൾ 4 പേർക്കുള്ള അരി ഉച്ചയ്ക്കൊക്കെയാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. കാലത്തുള്ള അരി തലേദിവസം തന്നെ തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടാവും വേവിച്ചിട്ട്. അപ്പോൾ കഞ്ഞിക്ക് നല്ല ചൂട്ടോടെ കഞ്ഞി കുടിക്കുകയും ചെയ്യാം. പെട്ടെന്ന് നമുക്ക് പണി അങ്ങനെ എന്താ പറയുക, അരി വെന്തില്ല എന്നുള്ളൊരു ടെൻഷനും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അത് ഒന്ന് ആറാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ചമ്മന്തിക്ക് വേണ്ടത്. പിന്നെ നമ്മൾ കടല ഉപ്പേരി, ഇവിടെ ഉപ്പേരിയാണ് കേട്ടോ. നമുക്കിവിടെ മസാലക്കറി വെക്കലൊക്കെ പുട്ടിൻ്റെ ഒപ്പമാണ്. കഞ്ഞി കുടിക്കാനായിട്ട് നല്ല കപ്പലണ്ടി പോലെ ഇരിക്കണ നമ്മുടെ കടലുപ്പേരിയാണ് കേട്ടോ നമ്മൾ കൊടുക്കാറുള്ളത്. നമ്മുടെ പതുക്കെ നമ്മുടെ തല്ലൂര് വീട്ടിലേക്ക് പോയോ ആരെങ്കിലും? തല്ലൂര് വീട്ടിൽ മിക്ക ദിവസം പയറുവർഗ്ഗങ്ങളാണ് കാലത്തുണ്ടാവുക നമ്മുടെ എന്താ പറയുക കഞ്ഞിയുടെ ഒപ്പം. അപ്പോൾ നമ്മൾ കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇച്ചിരി പച്ചമുളകും ഇട്ടിട്ട് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്തു. ചതക്കണ കല്ലിൽ വെച്ച് ചതച്ചാലൊക്കെ നല്ലതാണ്, പക്ഷെ നേരെ ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ ആദ്യം തന്നെ ആ മിക്സിയിലിട്ടിട്ട് 2 കറക്കും. എന്നിട്ട് അതിൽ കുറച്ച് നമ്മുടെ മുളക് പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇടിച്ച മുളകാണെങ്കിൽ വേറൊരു ടേസ്റ്റാണ് വരിക കേട്ടോ. പക്ഷെ ഇവിടെ ഇടിച്ച മുളകില്ല. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇലയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വെന്ത് വന്നപ്പോൾ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് എന്താ പറയുക പാകമായിട്ട് വന്നപ്പോൾ നമ്മുടെ വെള്ളത്തോട് കൂടിയിട്ടുള്ള കടല അതിലേക്ക് ഇട്ട് കൊടുത്തു. കടല ഉപ്പിട്ട് വേവിച്ച കാരണം കൊണ്ട് പിന്നെ നമുക്ക് ഓൾറെഡി കടലയിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ, വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ആ വെള്ളം വറ്റുന്ന വരെ ഇത് നമ്മൾ നന്നായിട്ട് തുറന്ന് വേവിച്ച് മണിമണിയായിട്ടെടുക്കും. ഇതാണ് ഇവിടുത്തെ കടലുപ്പേരി എന്ന് പറയുന്നത് കേട്ടോ. ഈ കടലുപ്പേരിക്ക് ഇവിടെ കുറേ ആരാധകരുണ്ട്, ചേട്ടന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പിട്ട് വേവിച്ചാൽ കടലൊന്നും വേവില്ല എന്നുള്ള ഒരു പരാതി കേൾക്കാറുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് അങ്ങനെ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഏതെങ്കിലും രീതിയിലുള്ള കടലകളാണോ അങ്ങനെയെന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ. ഇവിടുത്തെ കടലകളൊക്കെ ഉപ്പിട്ട് വേവിച്ചാലും വേവുന്നതാണ് കേട്ടോ.
അങ്ങനെ നമ്മുടെ ചമ്മന്തി നന്നായിട്ടൊന്ന് ആറി വന്നു. അത് നമ്മുടെ മിക്സിയിലൊന്ന് ജസ്റ്റ് ചതച്ചെടുക്കുക. കുറച്ച് വേപ്പിൻ്റെ ഇലയും പിന്നെ നമുക്ക് വേറെ എന്താ മല്ലിയിലയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ. നമുക്കിവിടെ മല്ലിയിലയൊന്നും വലിയ കാര്യമായിട്ട് ചേട്ടന്മാർക്ക് ഇഷ്ടമില്ല. ചേട്ടന്മാർക്കാണല്ലോ കാലത്തെ ഫുഡ് ഉണ്ടാക്കണത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത്തിരി വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ചമ്മന്തി റെഡിയായി. നല്ല കഞ്ഞിവെള്ളം, കുറേ കഞ്ഞിവെള്ളത്തിൽ ഈ കടലുപ്പേരിയും ഈ ചമ്മന്തി അവരങ്ങനെ ഇടും. എന്നിട്ട് അതിങ്ങനെ കലക്കും, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കലക്കും. നമ്മൾ മിക്കതും ചോറിൽ ഉപ്പിട്ടിട്ടാണ് ചേട്ടന്മാർക്ക് കൊടുക്കാറുള്ളത്. കാരണം നല്ല ചൂട്ടത്ത് വെയിലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരുപാട് പ്രഷർ വേരിയേഷൻസ് ഒക്കെ ഉള്ള കാരണം കൊണ്ട്, ഒരുപാട് വേർപ്പൊക്കെ പോകുന്ന കാരണം കൊണ്ടും നമ്മൾ കഞ്ഞിയിൽ ഉപ്പിട്ടിട്ടാണ് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ടിട്ട് ഊറ്റിയിട്ടാണ് കൊടുക്കുക. അപ്പം നമ്മുടെ അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ തോന്നണില്ലേ ഇത്തിരി കഞ്ഞി കുടിക്കാമെന്ന്. അങ്ങനെ അവർ അതെല്ലാം കൂടിയിട്ട് ഇളക്കി. പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാവും, ചമ്മന്തി അല്ലെങ്കിൽ അച്ചാറുണ്ടാവും. ഇതിപ്പോൾ ചമ്മന്തി ഉണ്ട്, പിന്നെ അച്ചാറും ഉണ്ടാവും സെപ്പറേറ്റ് ആയിട്ട്. മാങ്ങ അച്ചാറോ നാരങ്ങ അച്ചാറോ ഒക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ എന്താ പറയുക, ഒന്ന് തൊടാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്ന കടല. അപ്പോൾ ഇതാണ് നമ്മുടെ കടല ഉപ്പേരിയുടെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ കൂടിയിട്ടിട്ട് കോരി കുടിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, എൻ്റെ സാറേന്ന്. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഉച്ചയ്ക്കുള്ള ഫുഡിന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ സാമ്പാറാണ് വെക്കുന്നത്. ചേച്ചിമാരെപ്പോഴും പറയും അരച്ചൊഴിക്കാണ്ട് സാമ്പാറൊന്ന് വെച്ച് നോക്കൂ ശ്രീജയ എന്ന് പറയാറുണ്ട്. അങ്ങനെ ചേച്ചിമാരെ എനിക്ക് എഴുതി തന്ന റെസിപ്പീസ് അനിയത്തിമാരും, ഇനി നിങ്ങൾ അനിയത്തിമാരും ഉണ്ട് ശ്രീ എന്ന് പറയണ്ടെന്ന് വെച്ചിട്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ പറയും ചേട്ടന്മാരെ വിട്ട് കളഞ്ഞോന്ന് ചോദിക്കും, അനിയന്മാരെ വിട്ട് കളഞ്ഞോന്ന് ചോദിക്കും. അപ്പോൾ എല്ലാവരും പറഞ്ഞു തന്ന റെസിപ്പി അനുസരിച്ച് ഇതാ സാമ്പാർ നമ്മൾ അരച്ചൊഴിക്കാണ്ട് വെക്കാൻ പോകും. നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പരിപ്പ്. പിന്നെ ഈ കഷ്ണങ്ങളൊക്കെ സാമ്പാറിന് വേണ്ട രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ തക്കാളി ഉണ്ട്, വെണ്ടക്കായ ഒക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നപ്പോൾ മുരിങ്ങക്കായ, വെണ്ടക്കായ, കുഞ്ഞുള്ളി, ക്യാരറ്റ്, പിന്നെ തക്കാളി, കൊത്തമര, നമ്മുടെ തോട്ടത്തിൽ നിന്ന് പൊട്ടിച്ച കൊത്തമര, അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതിനൊന്ന് വേവിക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഞാൻ വെക്കാറൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അരച്ചൊഴിച്ച സാമ്പാറാണ് ഇഷ്ടം. അത് 1-2 ദിവസം ഇരുന്നിട്ട് ഇങ്ങനെ വറ്റിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. സാമ്പാറിൻ്റെ ഒപ്പം തന്നെ നല്ല പുട്ടും അല്ലെങ്കിൽ നല്ല ചപ്പാത്തിയും നല്ല ദോശയും ഒക്കെ ഭയങ്കര ഒരു അരച്ചൊഴിച്ച സാമ്പാറിൻ്റെ ഒപ്പം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നാളികേരം അരക്കണം, വറക്കണം, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം. അത് പക്ഷെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ലേ നമുക്ക്. സാമ്പാറൊക്കെ 2 ദിവസമൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ ആ സാമ്പാറിൽ പുളി ഒഴിച്ചു, നമ്മുടെ സാമ്പാർ പുളി ഒഴിച്ചു. പിന്നെ നന്നായിട്ട് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കായത്തിൻ്റെ മണം മസ്റ്റാണല്ലോ, അത് കുറച്ച് ഇട്ട് കൊടുത്തു. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു, കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തു, പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് നമുക്ക് കഷ്ണം അടിയെ പിടിക്കാത്ത രീതിയിലുള്ള എന്താ പറയുക ഇതിട്ട് കൊടുത്തു, പൊടികൾ ഇട്ട് കൊടുത്തു. പിന്നെ വെള്ളവും കൂടുതൽ ഒഴിച്ചു കഷ്ണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്, വേവാൻ വേണ്ടിയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് മൂടി അടച്ചു വെച്ച് ഒരൊറ്റ വിസിലേ വേണ്ടൂ കേട്ടോ. വിസിൽ വന്നാൽ പിന്നെ നമ്മൾ ഓഫാക്കിയിട്ട് എയർ കളയണം, അല്ലെങ്കിൽ സാമ്പാർ പായസമായിട്ടാണ് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മളിത് ഇനി സെറ്റായിട്ട് വരട്ടെ. കണ്ട ഒരൊറ്റ വിസിൽ വന്ന അപ്പം തന്നെ നമ്മൾ എയർ കളഞ്ഞിട്ട് തുറന്നു നോക്കിയപ്പോഴേക്കും നമ്മുടെ സാമ്പാറിലത്തെ മുരിങ്ങക്കായ പോലും ഉടഞ്ഞിട്ടില്ല, അടിപൊളിയായിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഇതിൽ. നമ്മുടെ കടുകും ഉലുവയും ഒക്കെ പൊട്ടിച്ചിടുക, വേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളി സാമ്പാർ റെഡി കേട്ടോ. ഇങ്ങനെ സാമ്പാർ വയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടോ ചേച്ചിമാർ? ഇതെനിക്കറിയില്ല ഏത് നാട്ടിലാണ് ഇങ്ങനെ വെക്കുന്നതെന്ന്. നമ്മുടെ ഇവിടെ ഇതിൻ്റെ ഒപ്പം തന്നെ അരച്ചൊഴിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ പ്രത്യേകത. എന്തെങ്കിലും തൊട്ടുകൂട്ടാൻ അപ്പുറത്തും ഇപ്പുറത്തോ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് നമ്മൾ ഏറ്റവും അവസാനത്തെ നമ്മുടെ ഓപ്ഷനാണ് ഒന്നുമില്ലെങ്കിൽ മീനും ഇറച്ചിയും ഒന്നും ഇല്ലെങ്കിൽ മുട്ട എന്നുള്ളത് കേട്ടോ. അങ്ങനെ മുട്ട നമ്മളിന്ന് നാളികേരം ചതച്ചിട്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ നാളികേരം ചിരവിയിട്ട് നമ്മുടെ കുഞ്ഞത് ജാറിലൊന്ന് 2 കറക്ക് കറക്കി ഒന്ന് വിപ്പ് ചെയ്തെടുത്തപ്പോൾ നമ്മുടെ നാളികേരം നന്നായിട്ട് പൊടിയായിട്ട് കിട്ടി. പിന്നെ നമ്മൾ നല്ല സവാള 1-2 അതിൽ പച്ചമുളകും കൂടി ചോപ്പർ കൂട്ടണിൽ നന്നായിട്ട് അടിച്ചെടുത്തു. ഈ ചോപ്പർ കൂട്ടണിൽ ഇങ്ങനെ കൈയിട്ട് ഇളക്കുമ്പോഴേ അതിൻ്റെ ഉള്ളിൽ ബ്ലേഡ് ഇല്ലാണ്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ബി ഹാപ്പി ഫാമിലിയിലത്തെ ഒരു കുട്ടി പറഞ്ഞു, ചേച്ചി ചോപ്പർ റൂട്ടിനെ കൊണ്ട് എൻ്റെ കൈ മുറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. മാറിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണടാ, കൈ നന്നായിട്ട് മുറിഞ്ഞു. അപ്പം നമ്മൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. മിക്സിയുടെ ജാറിൻ്റെ ഉള്ളിലൊക്കെ കൈ പോകാണ്ട് ശ്രദ്ധിച്ചോളാം. നമ്മൾ വളരെ തിരക്കിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള കാരണം കൊണ്ട് ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തും. അപ്പോൾ എപ്പോഴും ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക എന്ത് കാര്യം ചെയ്യുമ്പോഴും. കുറച്ച് ഉപ്പിട്ടിട്ട് പിന്നെ നമ്മൾ വേപ്പിൻ്റെ ഇലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള നമുക്ക് നല്ല ക്വാണ്ടിറ്റി ഉള്ള മുട്ടപ്പം കിട്ടും. ഈ മുട്ടപ്പം കണ്ടപ്പോൾ ഭാഗ്യം പറയായിരുന്നു, അച്ചാച്ചനെ ഓർമ്മ വരികയാണ്. അച്ചാച്ചൻ ഇങ്ങനെ 10 മുട്ടയൊക്കെ ഭാഗ്യൻ്റെ അച്ചാച്ച കേട്ടോ
10 മുട്ടയൊക്കെ ഇങ്ങനെ ഒരുമിച്ചടിച്ച് ഇതുപോലെ ഈ ഒരു റെസിപ്പി യൂസ് ചെയ്തിട്ട് തന്നെ ഇരുന്ന് കഴിക്കും അത്ര. എന്നിട്ട് ആള് പറയുന്നത്, നിങ്ങൾക്കൊക്കെ കഴിക്കാൻ ഇനി കാലുണ്ടല്ലോ മക്കളെ, അച്ചാച്ചൻ കഴിക്കട്ടെ എന്ന് പറയുന്നു പറഞ്ഞു. ബാക്കി ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ സന്ദർഭോചിതമായി നമുക്ക് ഷെയർ ചെയ്ത് തരും. അപ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര സങ്കടം തോന്നും ആ ഒരു സിറ്റുവേഷനോട്. അപ്പോൾ ഈ മുട്ടപ്പം കണ്ടപ്പോൾ ഭാഗ്യന് അത് ഓർമ്മ വന്നു എന്ന് തോന്നുന്നു. അച്ചാച്ചൻ മരിച്ചു പോയിട്ട് 10 കൊല്ലമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ വരുന്നേക്കാളും കല്യാണം നമ്മുടെ ഉറപ്പിച്ചിട്ട സമയത്താണ് അച്ചാച്ചൻ മരിക്കണേ. അച്ചാച്ചൻ ഇവിടെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ തേനീച്ച വളർത്തലിലൊക്കെ ഭയങ്കര പ്രമുഖനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. നമ്മുടെ അച്ചാച്ചനോട് ഈച്ചമാഷ് എന്നാണ് പറയുന്നത് പോലും കേട്ടോ. അച്ചാച്ചൻ്റെ വിശേഷം മുട്ട പൊരിച്ചപ്പോൾ ഓർമ്മ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അച്ചാച്ചനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മുടെ സാമ്പാറിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പല്ലടാ എന്താ താളിപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. താളിപ്പ് സാധാരണ നമ്മുടെ താളിപ്പ് മുളക് ഇട്ടിട്ട് അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇലയും ഉലുവയും കടുകും ഒക്കെ ഇട്ടിട്ടുള്ള നമ്മുടെ അടിപൊളി, അത് അതിൻ്റെ ഉള്ളിൽ പോയി പെട്ടു തോന്നുന്നു. അപ്പോൾ അതേ അടിപൊളി നമ്മുടെ സാമ്പാർ റെഡി. അതോടൊപ്പം തന്നെ കടലുപ്പേരി ഉണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു കാലത്തെ, പിന്നെ നമ്മുടെ എന്താ പറയുക മുട്ടപ്പം കൂടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കാലത്ത് തന്നെ ഒരു 10 മണിയാകുമ്പോഴേക്കും ഈ പരിപാടികൾ കഴിച്ച് വെച്ചിട്ട് വേണം നമുക്ക് തൃശ്ശൂർക്ക് പോകാൻ വേണ്ടിയിട്ട്. നാളെയും കഴിഞ്ഞ് മറ്റന്നാണ് കല്യാണം. ഷർട്ടൊക്കെ തയ്ച്ച് കിട്ടുമെന്ന് ഒരു എന്താ പറയുക ഊഹമില്ലാത്ത അവസ്ഥയിലാണ് കേട്ടോ. പിന്നെ എൻ്റെ ഡ്രസ്സുകൾ നമുക്ക് റെമിയാണ് തയ്ച്ചു തരാറുള്ളത്. ഞാൻ എപ്പോഴും എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ റെമിയുടെ കയ്യിലാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അത് ആൾ സെറ്റാക്കി തരും കേട്ടോ. അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്കൊക്കെ വേണ്ട അടുക്കള പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ എപ്പോഴും സിംഗിളായിട്ടുള്ള വീഡിയോ ഇടുമ്പോഴേ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക ഗാർഡൻ സെറ്റ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഒപ്പം അതങ്ങോട്ട് ഇട്ടുപോയാൽ മതിയിടാ, കാരണം അതിങ്ങനെ ഒരു എന്താ പറയുക ഒരു കണ്ടിന്യൂറ്റി പോലെ ഒരു ദിവസം പോലെ കാണാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഇന്നിങ്ങനെ വീഡിയോ ഇട്ടത്. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്കും അതെ, കാലത്ത് എണീറ്റിട്ട് വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ നിങ്ങളെ കാണിച്ചു തരാനാണ് ഇഷ്ടം. ഇന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ട് എന്ന് അറിയിക്കാനും, അതുപോലെ തന്നെ നിങ്ങളോട് നമ്മളിങ്ങനെ തൊട്ടപ്പുറത്ത് വൈകുന്നേരം വീട്ടിൽ ഒരു സുഹൃത്തിനോട് വിളിച്ച് സംസാരിക്കില്ലേ, എന്തൊക്കെ ഉണ്ടായിടാ എന്നുള്ള ഒരു വിശേഷങ്ങളൊക്കെ, അതുപോലെയാണ് ഞാൻ നിങ്ങളോട് ഇരുന്ന് ഇങ്ങനെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ചേച്ചിമാർ കുറേ പേര് ഇൻസ്റ്റാഗ്രാമിലും കുറേ മെസ്സേജുകൾ അയക്കും, കമൻറ്റ് ബോക്സിൽ കുറേ മെസ്സേജുകൾ അയക്കും, അവരുടെ വിശേഷങ്ങളൊക്കെ അതൊക്കെ വായിച്ച് നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ കഞ്ഞി നേരത്തെ നിങ്ങൾക്ക് വിവരിച്ച് തന്നല്ലോ എങ്ങനെയാണ് അവർ കഴിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഇതുപോലെ കഞ്ഞി നമ്മൾ സ്റ്റീൽ പ്ലേറ്റിൽ തന്നെ വേണം എന്നുള്ളത് നിർബന്ധം കേട്ടോ. അത് നമ്മൾ വേറെ ഒരു പ്ലേറ്റിൽ കൊടുത്താലും നല്ല ചീത്ത വെക്കുക അവരുടെ കയ്യിൽ നിന്ന്, ഇത് കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ കടുമാങ്ങ അച്ചാറ്, നല്ല ഉരുട്ടി വെച്ച നമ്മുടെ ചമ്മന്തിയുടെ ഒരു ഉരുള, എന്നിട്ട് ഇത് അങ്ങോട്ട് കുടിക്കുമ്പോൾ എൻ്റെ സാറേന്ന് അങ്ങനെ കഞ്ഞികുടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നിങ്ങൾക്കൊരു കുഞ്ഞ് ഐഡിയ പറഞ്ഞുതരാമെന്ന്. നമ്മുടെ വീടിൻ്റെ ചുറ്റുമൊക്കെ മാവൊക്കെ ഉള്ളവരാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിലുള്ളവരാണെങ്കിൽ കേട്ടാ, ഇങ്ങനെ മൂവാണ്ട മാങ്ങയും അതുപോലെ തന്നെ മാങ്ങയൊക്കെ നല്ല ചൂടല്ല ഇവിടെ, അപ്പോൾ ഒക്കെ കൊഴിഞ്ഞു വീഴാട്ടാ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ ഒരു 3-4 കിലോ മാങ്ങ ഇങ്ങനെ കൊഴിഞ്ഞു വീഴും ഈ ചൂട് കാരണം കൊണ്ട്. അപ്പോൾ ചൂട് കാരണം കൊണ്ട് കൊഴിഞ്ഞു വീഴാണ്ടിരിക്കാൻ മാവിനെ നനച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നത്. ഇപ്പം നമുക്ക് അങ്ങനെ മാവിനെ അങ്ങനെ എന്നും നനച്ചു കൊടുക്കാനൊന്നും പറ്റില്ല, വലിയ മാവല്ലേ. പിന്നെ നമ്മൾ എങ്ങനെ നനയ്ക്കണേ, ഈ മാങ്ങേമയ്ക്ക് നനയ്ക്കണം അത്ര. അപ്പോൾ ശ്രീകുട്ടൻ പറക്കിക്കൊണ്ടുവന്ന മാങ്ങ ഉപ്പിലിടാൻ വേണ്ടി പറക്കിക്കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നടുകീറി പൊളിച്ച് ഇതിൻ്റെ കുരു കളയാണ്. കുരു കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രീകുട്ടൻ പറഞ്ഞത് ഉപ്പിലിടാമേന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയധികം മാങ്ങ ഉപ്പിലിട്ടിട്ട് എന്താ ചെയ്യിച്ചു, ഒരു 3 കിലോ മാങ്ങ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇന്ന് കിട്ടിയ മാങ്ങയാണ് കേട്ടോ, ഞാൻ ഇന്നലെ കിട്ടിയ മാങ്ങയുടെ കാര്യം പറയണേ. 3 കിലോ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മളിത് നടുപൊളിച്ച് ഇതുപോലെ കുരു കളഞ്ഞ് ഈ നമ്മുടെ പ്രീതി ചേച്ചിയുടെ നല്ല നമ്മുടെ ഗുണ്ടപ്പ മോനില്ലേ, അവനിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കണ്ടോളോട്ടെ ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന്. ശരിക്കും നമ്മൾ അച്ചാറിടാൻ പാകത്തിനായിട്ട് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇങ്ങനെ നമുക്ക് അച്ചാറിടല്ലേ നല്ലതെന്ന് വിചാരിച്ചു. കണ്ണിമാങ്ങ അച്ചാറിടുമ്പോൾ അതൊരു വേറെ ടേസ്റ്റാണ്. മാത്രമല്ല നമ്മൾ ഉപ്പിൽ തിരുമ്മി വെച്ചിട്ടാണോ അച്ചാർ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് കിട്ടിയ മാങ്ങ അതേ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് കാണിച്ചു തരാം. ഇന്നലെ കിട്ടിയ മാങ്ങ നിങ്ങൾക്ക് ഞാൻ രണ്ടാമതും കാണിച്ചു തരാം കേട്ടോ. പറഞ്ഞ കാര്യം മനസ്സിലായിട്ടില്ലേ, അതെന്നെ സംഭവം. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും. ഇതിൽ ഒരു 2 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതെ ഇതുപോലെ കിട്ടും. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞ പോലെ തന്നെ കൈയിട്ട് എടുക്കുമ്പോൾ ആദ്യം ബ്ലേഡ് ഊരിയിട്ട് മാത്രം എടുക്കുക, അല്ലെങ്കിൽ കൈയൊക്കെ മുറിഞ്ഞൊരു പരുവാവും. അപ്പോൾ അതേ കണ്ട. ഇനി ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിനെ ഉപ്പ് പുരട്ടി മുളകും പുരട്ടി ജസ്റ്റ് വേറെ ഒന്നും ചേർക്കണ്ട മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ നാളെ എടുത്ത് അച്ചാർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കിടിലൻ അച്ചാർ കിട്ടും നമുക്ക്, കിടിലൻ അച്ചാർ. അപ്പോൾ ശ്രീകുട്ടന് വേണ്ടത് ഇതുപോലെ തന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, ചൊറുക്ക് ഒത്തിരി ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് 2 പച്ചമുളകും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഉപ്പുമാങ്ങിയായി സൂപ്പറാണ്. ഇത് നമുക്ക് മാങ്ങിയില്ലാത്ത കാലഘട്ടങ്ങൾ വരുന്ന സമയത്ത്
ഉപ്പിലിട്ടിട്ട് ഇങ്ങനെ പൂപ്പലൊന്നും പിടിക്കാത്ത അവസ്ഥയിലാണെങ്കിൽ നല്ല ചമ്മന്തി ഉണ്ടാക്കാനും അതുപോലെ തന്നെ വേറെ കറികൾ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ കിട്ടിയ നമ്മുടെ ആ ഒരു കുറച്ചധികം മാങ്ങ അത് ദേ കണ്ട ഉപ്പ് പുരട്ടി വെച്ചപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഇത്രയും ആയിട്ട് ഇങ്ങനെ കളറൊക്കെ മാറി അതിൻ്റെ ഒരു എന്താ പറയുക നാച്ചുറാലിറ്റി ഒക്കെ പോയി നല്ല ടേസ്റ്റുള്ള ഉപ്പിലിട്ട മാങ്ങയായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പുമാങ്ങ അച്ചാറിട്ടത് കഴിച്ചവർക്ക് ഇത് കഴിക്കുമ്പോൾ ചെറിയൊരു ഫീലിങ്സ് ഉണ്ടാവും കേട്ടോ, ചെറിയൊരു നൊസ്റ്റു അടിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സിബിഷൻ സ്റ്റാളിലേക്കൊക്കെ പോകുമ്പോഴേ അവിടെ ഉപ്പുമാങ്ങ അച്ചാറിട്ടത് അച്ചാർ സെക്ഷനിൽ കിട്ടും. ഭയങ്കര ടേസ്റ്റാണ്, കുറേ നാൾ കേടുകൂടാതിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഉപ്പിലിട്ടതല്ലേ, നല്ലൊരു പ്രിസർവേറ്റീവ് അല്ലേ ഉപ്പ് എന്ന് പറയുന്നത്. അയ്യോ നിർത്തി നിർത്തി പറയൂ ശ്രീന്ന്. അങ്ങനെ നമ്മളത് അച്ചാറിടാമെന്ന് വിചാരിച്ചു. പതിവ് പോലെ തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഇട്ട് അടിച്ച് വെച്ച പേസ്റ്റ് ഇട്ട് നന്നായിട്ട് കലക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ആയിട്ട് വരട്ടെ. അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവേര പൊടി ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് അധികം കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര അധികമുള്ള കാരണം കൊണ്ട് ഞാൻ അതിൻ്റെ എക്സാക്റ്റ് ക്വാണ്ടിറ്റിയും ഒന്നും പറയണില്ല കേട്ടോ, പറഞ്ഞാലും നിങ്ങൾക്ക് എത്ര അധികം ഉണ്ടാക്കേണ്ടി വരില്ലല്ലോ. പിന്നെ ഇതുപോലെ മാങ്ങയൊക്കെ കൊഴിഞ്ഞു പോകുന്നവരുണ്ടാകുമെങ്കിൽ വെറുതെ കൊഴിഞ്ഞു പോവുകയാണ് എന്നുള്ളൊരു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് ഒരു വർഷം വരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അച്ചാർ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റും കേട്ടോ. തലേദിവസം നമ്മൾ ഉപ്പ് പുരട്ടി വെക്കണമെന്നേ ഉള്ളൂ മാങ്ങ. ഇത്തിരി ഉപ്പ് കൂടുതലുണ്ടാവും, പക്ഷെ നമ്മൾ കടുമാങ്ങയൊക്കെ കഴിക്കണ പോലെ തന്നെ ഫീൽ ചെയ്യുക കേട്ടോ. നമ്മൾ വേപ്പിൻ്റെ ഇട്ടു, കായ ഇട്ട് കൊടുത്തു, എന്നിട്ട് നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ചേരുവകൾ കുറച്ച് കുറവാണോ എന്ന് വിചാരിച്ചിട്ട് ഒരു പാക്കറ്റ് അച്ചാർ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അച്ചാർ പൊടി ആകുമ്പോൾ എല്ലാം ഇങ്ങനെ എന്താ പറയുക വേറൊരു സ്പെഷ്യൽ ടേസ്റ്റിക്ക് എത്തും. പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന ചേരുവകളൊക്കെ നന്നായിട്ട് വേവണം, എന്നാൽ കരിയാനും പാടില്ല. അങ്ങനെ ഒരു രീതിയിലേക്ക് എത്തണം. അപ്പോൾ കുറച്ചധികം നേരം തന്നെ നമ്മൾ കുറച്ചധികം എണ്ണയിൽ ഇതിനെ വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ നല്ല എരിവുള്ള മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ആകുമ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരും. ആ ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നന്നായിട്ട് വെന്തു എന്ന് തോന്നുമ്പോൾ ഒരു സ്മെല്ല് വരും അച്ചാറിൻ്റെ. അപ്പോഴാണ് നമ്മൾ അതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട, മാങ്ങയ്ക്ക് അത്യാവശ്യം പുളി ഉണ്ടാവും. പിന്നെ നമ്മൾ ആ ഗ്രേവിയിലേക്ക് വേണ്ട കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ആ മാങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങണുണ്ടോ അത് നമ്മൾ ഉപ്പാണ് കേട്ടോ, നല്ല എന്താ പറയുക ജ്യൂസി ആയിട്ടാണ് ഇരിക്കുക നമ്മൾ പിറ്റേ ദിവസം ആ മാങ്ങ എടുക്കുമ്പോൾ. അപ്പോൾ മൊത്തം ഇട്ട് കൊടുത്ത് നമ്മളിനി ഇളക്കി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപൊളി അച്ചാർ റെഡിയായി. നിങ്ങൾക്ക് ഇനി കടുക് പൊട്ടിക്കണം എന്നുള്ളവരാണെങ്കിൽ ആദ്യം തന്നെ കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചാറിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ടേസ്റ്റാണ്, കുറേ നാൾ കേടുകൂടാതിരിക്കും. പുറത്തേക്ക് പോകുന്നവർക്കൊക്കെ കണ്ണിമാങ്ങ മാത്രമല്ല ഏത് മാങ്ങയും ഇങ്ങനെ അച്ചാറിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേ നാൾ കേടുകൂടാതിരിക്കും ചെയ്യും കേട്ടോ. പിന്നെ ഒരു ഉപ്പുമാങ്ങയുടെ നമ്മുടെ സാധാരണ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് അല്ല വരിക, ഒരു ഉപ്പുമാങ്ങ അച്ചാറിൻ്റെ ടേസ്റ്റാണ് വരിക. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതെങ്ങനെയുണ്ട് ഈ ഐഡിയ? നമ്മുടെ കണ്ണിമാങ്ങ മുഴുവൻ പോയും ഇല്ല, കേടായി, എന്നാൽ നമുക്ക് അച്ചാർ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഒരു ഉരുളി അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് നമ്മുടെ നാട്ടിലെല്ലാവരും കഴിച്ചിട്ടുണ്ട് കേട്ടോ. കടയിലേക്ക് കൊടുത്തു വിട്ടു, ഇളവന്മാർക്ക് കൊടുത്തു വിട്ടു, ഡൽസിച്ചിക്ക് കൊടുത്തു വിട്ടു, അങ്ങനെ. അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചാർ. ഇനി നാളെ നമ്മൾ ഇന്നാക്കി വെച്ചിട്ടുള്ള അച്ചാറുണ്ടല്ലോ, അത് ഇത്തിരി ഗ്രേവി കുറവാന്ന് തോന്നിയപ്പോൾ ഒന്നും കൂടി അച്ചാറിട്ടിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കൂട്ടി കുഴയ്ക്കാമെന്ന് വിചാരിച്ചു. അച്ചാർ ഇഷ്ടമുള്ളവർക്ക് ഇത് കാണുമ്പോൾ ചെറുതായിട്ട് ശ്രീജേ കൊതിപ്പിക്കുകയാണോടി എന്നൊരു തോന്നലുണ്ടാവില്ലേ. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഭാഗ്യം നമുക്ക് നല്ല ജിലേബി കൊണ്ടുവന്ന് തന്നത്. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ടെൻ്റ് ഇട്ടിട്ടേ, വീടിൻ്റെ അടുത്ത് വെച്ചാൽ കുറച്ച് നീങ്ങിയിട്ടൊരു ടെൻ്റ് ഇട്ടിട്ട് ഒരു ചേട്ടൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ജിലേബി. നല്ല കറും മുറും ജിലേബി. ശ്രീകുട്ടന് ഭയങ്കര ഇഷ്ടമാണത്. പക്ഷേ നമുക്ക് ഒരു അരെണ്ണമൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ, മധുരം ഇഷ്ടമില്ലാത്തവർക്ക് കേട്ടോ. എനിക്ക് മധുരം അത്ര വലിയ ഇഷ്ടമില്ല, ഞാൻ സ്പൈസിയുടെ ആളാണ്. അത് കാരണം കൊണ്ട് തന്നെ സ്പൈസി ആയിട്ടുള്ള ഒരു പെട്ടി അപ്പുറത്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ, ഇരിക്കുന്നത് കണ്ടോ, അതെനിക്ക് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ അയച്ചു തന്നതാണ് കേട്ടോ. അയച്ചു തന്നതല്ല, ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനേക്കാളും മുന്നേ ഞാൻ പ്രോഡക്റ്റ് ഓഫ് ദി ഡേ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതേ കണ്ട, ഇത് നമ്മുടെ എനിക്ക് എൻ്റെ കയ്യിൽ നമ്മുടെ കയ്യിൽ 2 ഫോണുണ്ട്. അപ്പോൾ 2 ഫോൺ ഇടാനായിട്ട് ഒരു പൗച്ച് വേണമെന്ന് വിചാരിച്ച് മീഷോയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. 117 രൂപയായിട്ടുള്ള ആ ഒരു പൗച്ചിന് 2 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ ക്രോസ് ബാഗ് പോലെയൊക്കെ ഇടാം. പിന്നെ ഭാഗ്യം കൊണ്ടുവന്നതാണ് വിത്തുകളൊക്കെ, വൈറ്റ് ആൻഡ് ഷോർട്ട്സിൻ്റെ വിത്ത്, അതായത് പടവലങ്ങയുടെ വിത്ത്, പിന്നെ നമ്മുടെ എന്താ പറയുക മുരിങ്ങക്കായയുടെ വിത്ത് ഒക്കെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ കുറച്ച് എന്താ സ്പൈസി ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. ഇത് കുറച്ച്
കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ഒരു ഫാമിലിയിലത്തെ ഒരു കുട്ടി എന്നോട് വിളിച്ചു ചോദിച്ചു, പാലക്കാട് നിന്ന്, ചേച്ചി ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്, ചേച്ചി എൻ്റെ കയ്യിൽ നിന്ന് 2 പാക്കറ്റ് അച്ചാർ മേടിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെന്താടാ അച്ചാർ മേടിക്കാമല്ലോ എന്ന് പറഞ്ഞു. നമുക്കാണെങ്കിൽ അച്ചാർ ഭയങ്കര ഇഷ്ടമല്ല. അപ്പോൾ 1040 രൂപ കൊടുത്തിട്ട് നമ്മൾ മേടിച്ച അച്ചാറാണ് കേട്ടോ അത്. അതിൽ നല്ല ഭംഗിയുള്ള പാക്കിങ്, ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ക്ലാസിക് ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ഇത് ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടിയ സാക്ഷാത് പാക്കറ്റുകളാണ് കേട്ടോ. ഇതൊന്ന് നമ്മുടെ സ്വീറ്റ് നെല്ലിക്കയില്ലേ, അത് മധുര നെല്ലിക്കയുടെ അച്ചാർ, ഒരെണ്ണം നമ്മുടെ വത്തക്ക, നമ്മുടെ നാട്ടിലെ തണ്ണിമത്തങ്ങയുടെ അച്ചാർ. ഇതാണ് അതിൻ്റെ പാക്കിംഗ് എന്ന് പറയുന്നത്. മെയിനായിട്ടുള്ള അച്ചാർ എന്ന് പറയുന്നത് കല്ലുമ്മക്കായും പ്രോൺസും ആണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടിയുടെ കയ്യിൽ നിന്ന് മേടിച്ചോളൂ. ആ കുട്ടിക്കും വീട്ടിലിരുന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ പുള്ളിക്കാരത്തിക്കും ഒരു ഹെൽപ്പാവും. നമുക്ക് നല്ല രുചിയോടെ കൂടെ കഞ്ഞി കുടിക്കാം അച്ചാറൊക്കെ കൂട്ടിയിട്ട്. നല്ല പാക്കിംഗ് ആണ്, അടിപൊളിയാണ്. ഇങ്ങനെ എന്താ പറയുക, നല്ല പ്യുവർ എണ്ണയിലൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അടിപൊളി അച്ചാർ. ശ്രീകുട്ടൻ അച്ചാറിൻ്റെ ആളാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്ന് തുറന്നപ്പോഴാണ് കേട്ടോ അത് ലീക്കായത്. അതിനേക്കാളും മുന്നേ പാക്കിങ് ലീക്കൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. നല്ല അടപ്പിനൊക്കെ നല്ല ബലം ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല സെക്യൂർ ആയിരുന്നു എന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച അച്ചാർ കേട്ടോ. അപ്പോൾ ആ സംരംഭത്തിന് നമ്മുടെ ബി ഹാപ്പി ഫാമിലിയിലത്തെ എല്ലാവരുടെയും വക ഓൾ ദി ബെസ്റ്റ്. നന്നായി വരട്ടെ കേട്ടോ. അച്ചാർ എന്ന് പറഞ്ഞ സ്കിഡല്ലത് പ്രോൺസ്. സൂപ്പറായിണ്ടടാ. എന്താ ടേസ്റ്റ്? എന്നിട്ടാണ് പറയുക കഴിച്ചു. ചെമ്മീനതാ കടുക്ക, മറ്റേ കടുക്കിയ അയ്യോ കല്ലുമ്മക്കായ. കക്കയാണോ? കല്ലുമ്മക്കായ. ഇതൊരു കുട്ടി അയച്ചത് എനിക്ക്. ഫ്രീ കിട്ടിയ അച്ചാറുകളും അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ 1 കിലോ 2 കിലോ പാക്കറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്ര ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി തരും. അങ്ങനെ എൻ്റെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നേരെ ഇത്തിരി വൈകി. ഭാഗ്യന് അപ്പോൾ എനിക്ക് നമ്മുടെ എന്താ പറയുക പരിപ്പ് വട പഴംപൊരി കൊണ്ടുവന്ന് തന്നു. പഴംപൊരി ചേട്ടന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ അതിനൊരു ഒരെണ്ണം പൊട്ടിച്ച് കഴിച്ചു. അങ്ങനെ നമുക്ക് കുറച്ച് ദിവസം മുന്നേ നമ്മുടെ മാവിന് ചുറ്റും, അതായത് നമ്മളിപ്പോൾ ഇന്ന് അച്ചാറിട്ട മൂവാണ്ടൻ മാവിന് ചുറ്റും ഇതുപോലെ ഒരു സംഭവം കിട്ടിയത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചേട്ടന്മാരെ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഇതുമ്മേ വേറെ പരിപാടികളൊന്നും ചെയ്യരുത്, ഞങ്ങൾക്ക് ഇരിക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് നേരമൊക്കെ എടുക്കാൻ പാകത്തിന് ആക്കി തരണേന്ന് പണിക്ക് വരുന്ന ചേട്ടന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇതിനൊന്ന് ഒതുക്കിയിട്ട് പോവാം. വെയിലൊക്കെ ഇത്തിരി കുറവുണ്ടല്ലോ. എന്തായാലും ഭാഗ്യൻ എന്നെ കല്യാണിൻ്റെ അവിടെ ഇറക്കണം. കല്യാണിലേക്കാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ആ സമയം കൊണ്ട് ഇതൊന്ന് വൃത്തിയാക്കാം എന്ന് വിചാരിച്ചു. താഴേന്ന് തൊട്ട് നമ്മൾ മണ്ണിട്ട് പൊന്തിച്ച കാരണം കൊണ്ട് മണ്ണ് കുറച്ച് കൂന പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കോരി നിറച്ച് നമുക്ക് ചെടിച്ചട്ടിയിൽ നിറച്ച് അതിൽ ചെടി നടാന്നുള്ള തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ചെടി നട്ടാൽ നല്ല ഭംഗിയുണ്ടാവും ശ്രീന്ന് ചേട്ടന്മാർ കുറേ പേര് പറഞ്ഞു, ചേച്ചിമാരും പറഞ്ഞു. പക്ഷേ ഇത് ചെടി നടാനായിട്ട് അവർ സമ്മതിക്കണില്ല. കാരണം ഞങ്ങൾക്ക് ഇരിക്കേണ്ടതാണ്, കിടക്കേണ്ടതാണ്, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നമുക്ക് വേറൊരു ഐഡിയ ചെയ്യാമെന്ന് കേട്ടോ. 10 മണിയൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നിൽക്കും. പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല എപ്പോഴും ചേട്ടന്മാർ ഇവിടേക്ക് വന്നിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ജുമാൻജി സിനിമയിലത്തെ പോലെയാണ്. തേളിനും അതുപോലെ തന്നെ നമ്മുടെ പഴുതാരകൾക്കൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമാണ്. വേറൊരു ലെവലാണ്. കണ്ടിട്ടില്ലേ തയ്യാറെട്ടാനും ഒക്കെ നമ്മുടെ റബ്ബറും തോട്ടത്തിലൊക്കെ വലിയ സൈസിൽ അതുപോലെയാണ് ഇവിടെ ഇരിക്കുക. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അതിൽ പിന്നെ വേറെ നന കൊടുക്കുമ്പോൾ ഈ വക സംഭവങ്ങളൊക്കെ വന്നിരിക്കും. അപ്പോൾ അത് ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നമ്മൾ ഇപ്പോൾ കാണുന്ന ഐഡിയ ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എന്താണ് ഐഡിയ എന്നുള്ളത്. അവിടുത്തെ ആ ഒരു എന്താ പറയുക നമ്മുടെ പോട്ടുകളൊക്കെ എടുത്ത് മാറ്റി സെറ്റാക്കണം കേട്ടോ. ഇതുമ്പോൾ പെയിൻ്റൊക്കെ അടിക്കണം എന്ന് വിചാരിച്ചു
വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും പറയും മഞ്ഞ പെയിന്റ് അടിക്കില്ലെന്ന്. മഞ്ഞ പെയിന്റ് അടിക്കണില്ല, പക്ഷെ പെയിന്റ് അടിക്കണം എന്തായാലും. ഞാനേ നമ്മുടെ അനിയന്റെ കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. ഞാനേ ഒരു ഡ്രസ്സ് എടുത്തിട്ട് വരാം കേട്ടോ. നമുക്കിന്ന് സാമ്പിള് മേടിക്കട്ടാ നമ്മുടെ തൃശ്ശൂർ. അപ്പോൾ അങ്ങോട്ട് കയറ്റി വിടുമെന്ന് അറിയില്ല. ബസ്സിൽ പോയിട്ട് അവിടെ എത്തുമ്പോൾ വിളിച്ചാൽ മതി, ഭാഗ്യം തിരിച്ചു കൊണ്ടുവരാൻ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ പതുക്കെ പോട്ടേട്ടാ. അങ്ങനെ ഭാഗ്യനോടൊപ്പം നമ്മൾ അത്യാവശ്യം വേണ്ട വീട്ടിലത്തെ പരിപാടികളൊക്കെ ഒതുക്കി വെച്ച് ഒരു യാത്ര പോവാണ്. യാത്ര പോകുന്നത് എങ്ങോട്ടാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം. ഭാഗ്യന് ശ്രീകുട്ടനുള്ള ഡ്രസ്സ് നമ്മൾ മെറ്റീരിയലാണ് എടുക്കുക, തൃശ്ശൂരിൽ നിന്നാണ് എടുക്കുക. ഇത് നമ്മൾ തയ്ക്കാൻ കൊടുക്കുക ചെയ്യുക ഏട്ടായിയുടെ കയ്യിൽ കേട്ടോ. അപ്പോൾ ഏട്ടായിയുടെ ഒരു ഫ്രണ്ടിനെ കൊണ്ടാണ് ഷർട്ടൊക്കെ തയ്പ്പിക്കാറുള്ളത്, സുനിയേട്ടനെ കൊണ്ട്. നമ്മൾ തൃശ്ശൂർ ചെന്നപ്പോൾ അതേ അവിടെ പന്തലുകളും അതുപോലെ തന്നെ ആഘോഷങ്ങളും ഒക്കെ ആയിട്ട് തൃശ്ശൂർ ആകെ ഒരു പൂരമായാണ് കേട്ടോ. നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഡ്രസ്സ് കോഡുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഒരു അച്ഛനും മോനും തമ്മിൽ ഒരു സിങ്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർക്കും ഒരേപോലത്തെ ഷർട്ടും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് ഷർട്ടിൻ്റെ തുണികളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമുക്കങ്ങോട്ട് കുറേ കാണുമ്പോഴേ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. ശ്രീകുട്ടനൊരു ജുബ്ബയൊക്കെയാണ് മേടിക്കാമെന്ന് തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ തൃശ്ശൂരിലൂടെ അങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. കാരണം തൃശ്ശൂരിലൂടെ പൂര സമയത്ത് നടക്കാൻ ഭയങ്കര വൈബാണ് കേട്ടോ. ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. മാത്രമല്ല ഇന്ന് സാമ്പിൾ വെടിക്കെട്ടുമാണ്. ഇപ്പോൾ സാമ്പിളിൻ്റെ ഉള്ളിൽ കൂടെ നിറച്ച ആൾക്കാർ നമ്മൾ വരുമ്പോഴേക്കും ഏകദേശം ഒരു സന്ധ്യ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പാറയമേക്കാവ് അമ്പലം കേട്ടോ. പാറയമേക്കാവിൻ്റെ നേരെ ഫ്രണ്ടിലാണ് നമുക്ക് എക്സിബിഷനും അതുപോലെ തന്നെ വടക്കുന്നാഥനും കാണാൻ പറ്റുക. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം നോക്കി നിൽക്കുന്നത് കാണാൻ പറ്റും. ശ്രീകുട്ടനാണ് ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത്. അതാണ് ചെറിയൊരു ചെരുവ് കേട്ടോ. അപ്പോൾ ചേച്ചിനും കൂടിയിട്ടാണ് നമ്മൾ തൃശ്ശൂർക്ക് എല്ലായ്പ്പോഴും പോകാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാണ് എക്സിബിഷൻ്റെ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സാമ്പിളിൻ്റെ ഭാഗമായിട്ട് ഒരു റൗണ്ടിലേക്ക് വണ്ടികളൊന്നും കയറ്റി വിടില്ല ആ സമയമാകുമ്പോൾ തൃശ്ശൂർ റൗണ്ടിലേക്ക്. അപ്പോൾ നമുക്ക് റൗണ്ടിൽ ഇങ്ങനെ എന്താ പറയുക, ഇത്രയും വിശാലമായ റൗണ്ടിൽ നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആസ്വദിച്ച് നടക്കണത് കേട്ടോ. കാരണം വണ്ടികളൊന്നും കയറ്റി വിടാത്ത ആരോട് നമുക്ക് നല്ല വിശാലമായി നടന്ന് നീങ്ങായിരുന്നു. പിന്നെ പുത്തമ്പള്ളിയിലാണെന്നാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഷോപ്പിങ്ങുകൾ കാര്യങ്ങൾ, ശ്രീകുട്ടന് ചെരുപ്പ് മേടിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. എന്നെ പോലെ തന്നെ ഏതെങ്കിലും വിശേഷങ്ങളൊക്കെ വരുമ്പോൾ തലേദിവസം ഓടിപ്പോയി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. പണ്ടൊന്നും ഇങ്ങനെയല്ലായിരുന്നു, 2 മാസം മുന്നേ ഒരുങ്ങുമായിരുന്നു. ഇപ്പോൾ 2 ദിവസം മുന്നേ ഒരുങ്ങാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ച് മിഠായി ഒക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ഇതാണ് അംഗമക്കളെ, വീട്ടിൽ പോകാൻ എന്ത് ചെയ്യും, സാമ്പിൾ വെടിക്കെട്ടിൻ്റെ ആൾക്കാരെ കാണുന്നപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ഇടയിൽ പെട്ടത് എന്ന് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്. അതാണ് അവസ്ഥ കേട്ടോ. ഈ ജനസാഗരത്തിൻ്റെ ഉള്ളിൽ പെട്ട ആ ചൊല്ല് ഭയങ്കര അർത്ഥവത്താണ്. നമ്മൾ പെട്ടുപോയത് തന്നെയാണ്. പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ ചേട്ടൻ പറഞ്ഞു, മക്കളെ കയറിക്കോ, ബസ് കിട്ടുന്നിടത്ത് കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. നല്ലൊരു ചേട്ടൻ. ബസ് ഇതാ പോകുന്നു നമ്മുടെ ബസ്. അങ്ങനെ നമ്മൾ ബസ്സിൻ്റെ നേരെ പിന്നാലെ പിടിച്ച് ചെന്ന് ബസ്സിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് മണ്ണമ്പേട്ടയ്ക്കാണ് കേട്ടോ. മണ്ണമ്പേട്ടയ്ക്ക് നമുക്കിന്ന് നമ്മുടെ വീട്ടുകാരൊക്കെ ഒന്നിച്ച് ഒരു ചിൽ കൂൾ ഫംഗ്ഷൻ ആഘോഷിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വിട്ടാലോ മണ്ണമ്പേട്ടയ്ക്ക്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് മണ്ണമ്പേട്ടയാണ്. മണ്ണമ്പേട്ട നമ്മൾ വെല്ലിച്ചൻ്റെ വീട്ടിലാണ് കേട്ടോ. അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിലാണ്. കേക്ക് കണ്ടപ്പോൾ കാര്യം മനസ്സിലായില്ലേ, ഈ രണ്ടാൾ നിൽക്കുന്ന കണ്ടപ്പോഴും മനസ്സിലായിട്ടുണ്ടാവും വെഡിങ് ആനിവേഴ്സറി ആണ് ഫംഗ്ഷൻ.
ചേട്ടാ ഹായ് പറയ്. അതെ ക്രീമായി അവരങ്ങനെ വിജയകരമായി 20 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ അച്ഛൻ്റെ ഏറ്റവും മൂത്ത, അതായത് ഏറ്റവും മൂത്തത് വല്യച്ഛനാണ്. വല്യച്ഛൻ്റെ മകനാണ് ഷാജുവേട്ടൻ, പിന്നെ ഇന്ദുവേച്ചി മരുമകള്, പിന്നെ വല്യമ്മയുണ്ട്. വല്യച്ഛൻ ഇപ്പം ഇല്ല. വല്യച്ഛൻ ഞാൻ പൂനെയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മരിച്ചത്. ഞാൻ വല്യച്ഛനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് വല്യച്ഛൻ എനിക്ക് എങ്ങോട്ടോ പോയൊരു ഫീലാണ് കേട്ടോ. വല്യച്ഛൻ നമ്മളെയൊക്കെ വിട്ടുപോയി എന്നുള്ളൊരു ഫീൽ എനിക്കില്ല. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ കുറേ സമ്മാനങ്ങളും അതുപോലെ തന്നെ കുറേ എന്താ പറയുക സന്തോഷമുള്ള നിമിഷങ്ങളൊക്കെ പങ്കിടാൻ പറ്റി ഏട്ടനും ചേച്ചിക്കും. നമ്മൾ ചെറുപ്പത്തിലൊന്നും വലിയ കേക്ക് മുറിക്കലും ഫംഗ്ഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലാത്ത കാരണമുണ്ടേ ഇങ്ങനത്തെ ചില നിമിഷങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നണില്ലേ. സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല നമ്മളെല്ലാം ചെയ്യുന്നേ, നമ്മൾ ജീവിക്കുന്നത് പോലെ ഇതിന് വേണ്ടിയിട്ടല്ലേ എന്ന്. അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരുടെയും. അതാണ് മൂത്ത മകൻ, അജയ് എന്നാണ് പേര്. പിന്നെ രണ്ടാമത്തെ മോനാണ് ബാക്കിൽ നിൽക്കുന്ന ബ്ലാക്ക് ഇട്ട ആൾ കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവർക്കും കുഞ്ഞനും അജുണ്ണിയും ഒക്കെയാണ് അവർ. പിന്നെ എല്ലാ പിള്ളേരൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് കേക്ക് കട്ട് ചെയ്ത് പടക്കമൊക്കെ പൊട്ടിച്ചിട്ടാണ് നമ്മൾ ഇപ്രാവശ്യത്തെ വെഡിങ് ആനിവേഴ്സറി ആസ്വദിച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചോദിച്ചു ഞങ്ങളോട്, നിങ്ങൾ എന്താ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് കേട്ടിട്ട് വരാണെന്ന്. ഞങ്ങൾ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നിങ്ങൾ തല ഇറങ്ങി വീഴുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടതാന്ന് പറഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയാണ് കേട്ടോ അവരുടെ അടുത്ത്. അങ്ങനെ വിഷു കഴിഞ്ഞ ഉടനെ തന്നെയായിരുന്നു ഈ ഒരു സംഭവം. അത് കാരണം കൊണ്ട് വിഷുവിൻ്റെ കുറേ പടക്കങ്ങളൊക്കെ ആയിട്ട് സംഭവം കിടുമായിരുന്നു. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത്. ഭയങ്കര അർത്ഥവത്തായ ഒരു കാര്യമാണല്ലേ. ഭയങ്കര ഇമ്പാണ് കേട്ടോ എല്ലാവരും കൂടുമ്പോൾ. പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചിക്കൻ പോർക്ക് ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, പൈനാപ്പിൾ ഉണ്ടായിരുന്നു, സർലാസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂട്ടിയിട്ട് വൈകുന്നേരം നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലായിടത്തും വലഞ്ഞ് തിരിഞ്ഞ് വന്നതല്ലേ. അപ്പോൾ അതൊക്കെ കൂട്ടി ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റായി നമ്മളിനി നമ്മുടെ വല്ലൂർക്ക് പോവും. ചേച്ചീനെയും അതുപോലെ തന്നെ അച്ഛനെയും അമ്മേനെയും ഒക്കെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യും. ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ, തറവാട്ടിൽ നിന്ന് കുറച്ചേ ഉള്ളൂ അമ്മായിയുടെ വീട്ടിലേക്കും മാമൻ്റെ. ആക്ച്വലി ഞാനും ചേച്ചിയൊക്കെയാണ് കുറച്ച് ദൂരത്തുള്ളവർ. ബാക്കിയുള്ള എല്ലാവരും ഇങ്ങനെ വിളിച്ചാൽ ഓടിയെത്തുന്ന ദൂരത്താണുള്ളത്. അത് കാരണം അവർക്ക് അങ്ങനെ എന്താ പറയുക കാണാനും ആവശ്യങ്ങൾക്ക് ഓടിയെത്താനും അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്തൊക്കെ ചേട്ടന്മാരൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ കുറേ നേരം അവരൊപ്പം ചില്ല് ചെയ്തു. പിള്ളേരുടെ ഇപ്പോൾ കൂടുന്ന ഒരു വൈബ് അത് വേറെയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ മറ്റേ നെക്സ്റ്റ് ജനറേഷനാണ്. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കുറച്ച് പേര് തിക്കിത്തിരക്കിയിരിക്കുന്നുണ്ട്. എല്ലാവരും ബൈ പറയൂ. അപ്പൊ നമുക്കിനി അടുത്ത അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പകുതിക്ക് വെച്ച് നിർത്തിപ്പോയ പരിപാടി ഉണ്ടല്ലോ, നമ്മുടെ മരത്തിൻ്റെ കടക്കയിലത്തെ മേക്ക് ഓവർ. അപ്പോൾ അതൊന്നും മേക്ക് ഓവർ ആയിട്ടില്ല, ജസ്റ്റ് പ്രാരംഭമായിട്ടുള്ളൂ. മേക്ക് ഓവർ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതൊരു അടിപൊളി ലുക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ നമ്മുടെ ഗ്രാസ് ഉണ്ടല്ലോ, പേൾ ഗ്രാസിൻ്റെ പോലത്തെ നമ്മുടെ മാറ്റ് ഉണ്ടല്ലോ, ഗ്രാസ് മാറ്റ്, അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഭാഗ്യന അളവൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് ആ മണ്ണുള്ള ഭാഗത്ത് മാത്രം നമ്മൾ കട്ട് ചെയ്ത് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ചധികം മേടിക്കേണ്ടി വന്നു, കാരണം നമുക്കിതിൻ്റെ അളവ് അറിയണ്ടായിരുന്നില്ല. മാത്രമല്ല ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് പാടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു റൗണ്ട് രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മൾ നമ്മുടെ പേപ്പറൊക്കെ കീറാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം ഒരു കത്തി ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ശരിക്കും ഇടാമെന്നാണ് വിചാരിക്കുന്നത്. കട്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. ആദ്യം ആ മാവിൻ്റെ കട നിൽക്കുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. പിന്നെ മൊത്തത്തിലൊരു റൗണ്ടായിട്ട് മണ്ണിനോട് ചേർന്നിട്ടുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തു. അങ്ങനെ അത് ഇടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് ശേഷം നമുക്കിനി പെയിൻ്റ് അടിക്കാനുണ്ട്. അപ്പോൾ ഭാഗ്യം പറഞ്ഞ് നമുക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെ രീതിയിൽ പെയിൻ്റ് അടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊക്കെ പെയിൻ്റൊക്കെ അടിച്ച്
സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇനി നമ്മൾ ആ ഒരു മണ്ണിൻ്റെ രീതിയിൽ ഇത് വെട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ നല്ല ഫ്രീ ആയിട്ട് കിടക്കാനോ ഇരിക്കാനോ ഒക്കെ ഇതിനും പറ്റും. ചേട്ടന്മാർ ഇപ്പോൾ കൂടി ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നതും അതുപോലെ തന്നെ അവർ വന്നൊന്ന് 4 മണിക്ക് പണിയൊക്കെ കഴിഞ്ഞ് വന്നൊന്ന് കിടക്കുന്നതും ഒക്കെ അവിടെ തന്നെയാണ് കേട്ടോ. പിന്നെ ആ ഒരു മരമുള്ള കാരണം കൊണ്ട് നിറച്ച് തണലും ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴും തണലിൻ്റെ ആ ഒരു ഇതൊക്കെ ഉള്ള കാരണം കൊണ്ട് സെറ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോയതും കല്യാണ വിശേഷങ്ങളും കല്യാണത്തിൻ്റെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സുഖമായിട്ടും ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടിരിക്കുക. നല്ല ചൂടാണ് പുറത്ത്, ധാരാളം വെള്ളം കുടിക്കുക, അസുഖങ്ങളൊന്നും വരാണ്ട് നോക്കുക, ഡീഹൈഡ്രേഷൻ ഒന്നും ഇല്ലാണ്ട് നോക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ശ്രീജ.